ലോക പോലീസാണ് അമേരിക്ക. ആ അമേരിക്ക ഭരിക്കുന്ന പ്രസിഡന്റുമാരുടെ വ്യക്തി ജീവിതവും അവരുടെ സ്വകാര്യ വിഷയങ്ങളും അവരുടെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം തന്നെ ലോക മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കാറുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ അവർ അതിനെ ആഘോഷിക്കാറുണ്ട്. ബിൽ ക്ലിന്റന്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ വലിയ വിഷയങ്ങളെല്ലാം തന്നെ ലോക മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്, ആഘോഷിച്ചതാണ്. ഇപ്പോഴും മാധ്യമ വിദ്യാർത്ഥികൾക്ക് പോലും അത് ഒരു പഠന വിഷയമായി മുന്നിലേക്ക് വരാറുമുണ്ട്. അത്തരത്തിൽ സ്കോപ്പുള്ള മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതും ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചുള്ള വാർത്ത തന്നെയാണ്. ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയെ കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ബറാക് ഒബാമയും മിഷേൽ ഒബാമയും മാതൃകാ ദമ്പതികൾ എന്നാണ് ഇവരെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ബറാക് ഒബാമയുടെ ഒരു അവിഹിതത്തിന്റെ മേൽ ഇപ്പോൾ മിഷേൽ ഒബാമയുമായുള്ള ബന്ധം ബറാക് ഒബാമ ഒഴിയാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയിൽ ഇതൊരു പൊളിറ്റിക്കൽ എർത്ത്ക്വേക്ക് തന്നെ സൃഷ്ടിക്കും, അതായത് രാഷ്ട്രീയ ഭൂകമ്പം തന്നെ സൃഷ്ടിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പലതും പറയുന്നത്. ഇത്തരത്തിലുള്ള റൂമറുകൾ അഥവാ വിവാദങ്ങൾ അല്ലെങ്കിൽ ഗോസിപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കിംവദന്തികൾ പല സമയത്തായി പ്രചരിച്ചിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ ദിവസമാണ് മൈഗൻ കെല്ലി എന്ന് പറയുന്ന മൈഗൻ കെല്ലി ഷോയിലെ ആങ്കർ ഇത് സ്ഥിരീകരിച്ചത്. അവർ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ എർത്ത്ക്വേക്കാണ്, അതായത് രാഷ്ട്രീയ ഭൂകമ്പം തന്നെയാണ് എന്നാണ് അവർ തൻ്റെ ഷോയിലൂടെ ഇത് പറഞ്ഞത്. അവർ തൻ്റെ എക്സിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം ഇത് പങ്കുവച്ചിട്ടുണ്ട്. അമേരിക്കയിലെ പ്രശസ്തമായിട്ടുള്ളൊരു ഷോയാണ് ഈ മൈഗൻ കെല്ലി ഷോ എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമയും മിഷേൽ ഒബാമയും തമ്മിലുള്ള ബന്ധം വഷളായി എന്ന വാർത്തകൾ ഇപ്പോൾ ലോക രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പോരാത്തതിന് ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞ് കഴിയുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉടനെ തന്നെ ഇവർ ഡിവോഴ്സിൽ ഏർപ്പെടും എന്നും അറിയാൻ സാധിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബറാക് ഒബാമയും മിഷേൽ ഒബാമയും ബറാക്കിന്റെ ഒരു അവിഹിതത്തിന്മേലാണ് ഇപ്പോൾ വേർപിരിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. മിഷേൽ ഒബാമ ഈ അവിഹിതം കണ്ടുപിടിക്കുകയും ഇവർ വർഷങ്ങളായി വേർപിരിഞ്ഞാണ് കഴിഞ്ഞത് എന്നുമാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇനി ആരുമായാണ് ബറാക് ഒബാമ ഇത്തരത്തിൽ അവിഹിതമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തിയിരുന്നത് എന്ന് ചോദിച്ചാൽ ജെനിഫർ എന്ന് പറയുന്ന ഒരു യുവതിയുമായിട്ടാണ് ബറാക് ഒബാമ അവിഹിതമായിട്ടുള്ള ബന്ധം പുലർത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോളിവുഡ് സ്റ്റാർ ആയിട്ടുള്ള ജെനിഫർ അനിറ്റ്സൺ എന്നാണ് അവരുടെ പൂർണ്ണനാമം. ഒബാമ ഇവരുമായി വളരെ കാലമായി ബന്ധത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ കിംവദന്തികൾ പ്രചരിച്ച ശേഷം മിഷേൽ ഒബാമ പ്രധാനപ്പെട്ട പൊതുപരിപാടികളിൽ ഒന്നും തന്നെ ബറാക് ഒബാമയുടെ കൂടെ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷമായി തന്നെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു എന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2025 ജനുവരി 20 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും മിഷേൽ ഒബാമ പങ്കെടുത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ട്രംപിന്റെ വിജയം മിഷേലിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് മിഷേൽ അവിടെ പങ്കെടുക്കാതിരുന്നത് എന്നാണ് ആ സമയത്ത് ഒബാമയടക്കം അതിനെ വളച്ചൊടിച്ചത് എന്നാണ് വേറെ പല മാധ്യമങ്ങൾ പറയുന്നത്. ജനുവരി 9 മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെ ശവസംസ്കാര ചടങ്ങിൽ നിന്നും മിഷേൽ ഒബാമ വിട്ടുനിന്നപ്പോൾ തന്നെ അവരുടെ വിവാഹമോചന വാർത്തകളെ കുറിച്ചുള്ള കിംവദന്തികൾ മാധ്യമങ്ങൾ പടച്ചുവിടുകയായിരുന്നു. ബ്രാഡ് പിറ്റിന്റെയും ജസ്റ്റിൻ തൊറോക്സിന്റെയും മുൻ ഭാര്യ കൂടെയാണ് ഈ ജെനിഫർ ആനിസ്റ്റൺ എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു രാഷ്ട്രീയ ഭൂകമ്പം തന്നെയാണ്. 2007 ഈ ഒബാമയ്ക്ക് അവിഹിതമുണ്ട് എന്ന് പറയുന്ന ജെനിഫർ അനിസ്റ്റനുമായി ഒബാമ കണ്ടുമുട്ടുന്നത്. ഒബാമയും അവരും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടെന്ന് പല റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്നാൽ ഈ വാർത്തകൾ ജെനിഫർ അനിസ്റ്റന്റെ കാതിലുമെത്തി. ജെനിഫർ അനിസ്റ്റൻ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ഒക്ടോബറിൽ ജിമ്മി കിമ്മൽ ഷോയിൽ കിംവദന്തികളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒബാമയെ ഒരിക്കൽ മാത്രമാണ് താൻ കണ്ടിട്ടുള്ളതെന്നും അവനേക്കാളും, അതായത് ഒബാമയെക്കാളും പ്രായം മിഷേലിനുണ്ട് എന്ന് എനിക്കറിയാമെന്നും റിപ്പോർട്ടുകൾ പ്രകാരം 2007 ഒരു ഹോളിവുഡ് ഗാലറിയിൽ വെച്ച് മാത്രമാണ് ഞാനും ഒബാമയും കണ്ടുമുട്ടിയത് എന്നുമാണ്
ജെന്നിഫർ പറഞ്ഞിരുന്നത്. എന്തു തന്നെയായിരുന്നാലും ജെന്നിഫറിൻ്റെ ഈ വാക്കുകൾ വിശ്വസനീയമല്ല എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും ഒബാമ കുടുംബം വളരെയധികം കഠിനമായ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മിഷേലിന് ജന്മദിനാശംസകൾ ഒബാമ നേർന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രണയം അതാണ് നീ എന്ന് എഴുതിയാണ് എന്തായാലും ഒബാമ മിഷേലിന് ജന്മദിന ആശംസകൾ ജനുവരി 17-ന് പങ്കിട്ടിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ വലിയ രീതിയിൽ ഈ അവിഹിത വാർത്ത അമേരിക്കയെ ചൂട് പിടിപ്പിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ അധികാര കൈമാറ്റത്തിന് ശേഷം, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ വാർത്തകളായിരുന്നു അമേരിക്കയിൽ ഏറെയും ചർച്ചയായിക്കൊണ്ടിരുന്നത്. പൊടുന്നനെ ഇപ്പോൾ ആ വാർത്തകളെല്ലാം സ്കിപ്പായി ഒബാമയിലേക്ക് മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.